ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവം നാളെ നടക്കും. മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം അധികൃതരുടെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചാണ് മകരവിളക്ക് ദർശനത്തിനുള്ള സംവിധാനം ഒരുക്കിയത്. ദർശനത്തിനായി 10 വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വ്യൂ പോയിന്റുകളിൽ തീർത്ഥാടകർക്ക് മതിയായ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പാണ്ടിത്താവളം വാട്ടർ ടാങ്കിന് മുൻവശം, മരാമത്ത് കോംപ്ലക്സിന് മുൻവശത്തെ തട്ടുകൾ, BSNL ഓഫീസിന് വടക്കുഭാഗം, കൊപ്രാക്കളം, സന്നിധാനം, തിരുമുറ്റം മുകൾ ഭാഗവും താഴെയും, മാളികപ്പുറം ക്ഷേത്ര പരിസരം, അപ്പാച്ചിമേട്, അന്നദാന മണ്ഡപത്തിന് മുൻവശം, ഇൻസിനേറ്ററിന് മുൻവശം തുടങ്ങിയവയാണ് വ്യൂ പോയിന്റുകൾ. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണവും നടത്തും. പതിവായി നടത്തുന്ന അന്നദാനത്തിന് പുറമെയാണിത്. മകരവിളക്കിന് ശേഷം മടങ്ങുന്ന തീർത്ഥാടകർക്കായി KSRTC 800 ബസ്സുകളാണ് പമ്പയിൽ നിന്നും സർവീസ് നടത്തുക. സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നാണ് ബസ്സുകൾ പമ്പയിൽ എത്തിക്കുക. ബസ്സുകൾ ഇന്നും നാളെയുമായി പമ്പയിലെത്തും. പമ്പ ഹിൽ ടോപ്പ് മുതൽ ഇളവങ്കൽ വരെ നിശ്ചിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ ഇടതടവില്ലാതെ സർവീസ് നടത്തും. ഉത്സവശേഷം നടയടയ്ക്കുന്ന 20-ന് രാത്രി വരെ ചെയിൻ സർവീസുകളും 21-ന് പുലർച്ചെ 4 വരെ ദീർഘദൂര സർവീസുകളും നടത്തുമെന്ന് KSRTC അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.